മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ ഹോട്ടൽ ഉടമകളുടെയും ഇറച്ചി വ്യാപാരികളുടെയും യോഗം വിളിച്ച നഗരസഭാ അധികൃതർ അനിയന്ത്രിതമായി ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറം വിലവർധനവ് നിലവിൽ വന്ന സാഹചര്യത്തിലാണ് നഗരസഭാ അധികൃതരുടെ ഇടപെടൽ. സാധനങ്ങൾക്ക് ഏകീകൃതമായ വില നിശ്ചയിച്ചാണ് യോഗം അവസാനിപ്പിച്ചത്. നഗരസഭാ പരിധിയിൽ ഇറച്ചി വിലയിലുണ്ടായ വിലവർധനയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നതുമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ഉടമകളെയും ഇറച്ചിക്കട ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്തി. യുദ്ധാനന്തര സാഹചര്യങ്ങളും ഗ്യാസിന്റെ ദൗർലഭ്യവും ചൂണ്ടിക്കാട്ടി വില വർദ്ധിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് യോഗം ചേർന്നത്. നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകളിൽ അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മാംസങ്ങൾക്ക് അനിയന്ത്രിതമായ വിലക്കയറ്റം എന്നുള്ള ഒരു പരാതിയാണ് വരുന്നത്. ഒരു കടയിലെ ചായക്ക് 10 രൂപയാണെങ്കിൽ അതേ ഗ്രേഡിലുള്ള മറ്റൊരു കടയിൽ 15 രൂപയ്ക്ക് ചായ, 18 രൂപയ്ക്ക് ചായ എന്നൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് പൊതുജനങ്ങൾ അത് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു അനിയന്ത്രിതമായിട്ട് ഒരു യൂണിഫോമാറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു വിലക്കയറ്റം വന്നിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഗ്യാസിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടാവുന്ന സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന ഉയർച്ചയും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ നിന്നും അതൊരു തീരുമാനം എടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമുക്കൊരു വില നിശ്ചയിക്കുന്നതിൽ ഒരു യൂണിഫോം ആയിട്ട് എല്ലാവർക്കും വില നിശ്ചയിച്ച് പോകാനില്ല. അറ്റ് ദ സെയിം ടൈം കടകളുടെ ഗ്രേഡും കൂടി നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്തിട്ട് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് പോകുന്നതായിരിക്കും. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് വില പട്ടിക നിർദ്ദേശിക്കുന്ന വ്യക്തികളാണ്. ചായയ്ക്ക് 18 രൂപ വരെ ഈടാക്കിയിരുന്നതായി പരാതികളുണ്ടായിരുന്നു. യോഗത്തിൽ തീരുമാനിച്ചതനുസരിച്ച് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന വിലയേക്കാൾ 2 രൂപയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. ബീഫ് കിലോയ്ക്ക് 480 കൂടുതൽ ഈടാക്കരുതെന്നും ബീഫ് എന്ന പേരിൽ എരുമയിറച്ചി വിൽക്കുന്നത് നിരോധിച്ചതായും യോഗം തീരുമാനിച്ചു. എരുമ, കാള ഇറച്ചികൾക്ക് കിലോയ്ക്ക് 440 കൂടുതൽ വില ഈടാക്കാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചു. ഇതോടൊപ്പം ഹോട്ടലുകളിലും ഇറച്ചിക്കടകളിലും വിലവിവര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ചായ, ചെറുകടികൾ, മറ്റ് ഭക്ഷണ സാധനങ്ങൾ ഇവയ്ക്കൊക്കെ കടകൾ മാറുന്നതിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അത് അനുവദനീയവുമാണ്. കാരണം പല നിരക്കിലുള്ള സാധന സേവന വ്യവസ്ഥകൾ, പിന്നെ വാടക, മറ്റ് പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. സ്വാഭാവികമായും വിലയിൽ വ്യത്യാസം വരാറുണ്ട്. എന്നിരിക്കലും നമുക്കൊരു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന യുദ്ധസമാനമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് കൂടി വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഈ വില ഒന്ന് നിയന്ത്രിക്കുകയും ഏകീകരിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, CM ഷുക്കൂർ, ഷഹന മാഹിൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, പൊതുവിതരണ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. വില നിയന്ത്രണം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. ഒപ്പം കച്ചവടക്കാരുടെ നിലവിലെ സാഹചര്യങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുമെന്നും അറിയിച്ചു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.